For built-in data types, third one is set in a set and multiple items in a single variable story and set use set curly brackets create two sets are set 1 and set 2. In set features first one set unordered defined order set list tuple ordered set unordered index number find unchangeable ഒരിക്കൽ സെറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല. പക്ഷേ അതിലേക്ക് പുതിയ വാല്യൂവിനെ ആഡ് ചെയ്യാം, ഉള്ള വാല്യൂവിനെ റിമൂവ് ചെയ്യാം. അതല്ലാതെ ഉള്ള വാല്യൂവിനെ ചേഞ്ച് ചെയ്യാനായിട്ടൊന്നും പറ്റില്ല. മൂന്നാമത്തെ ഫീച്ചർ ആണ് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് അലൗഡ് അല്ല. ഇൻഡെക്സ് നമ്പർ വെച്ച് ഫൈൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇതിൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് അലൗഡ് അല്ല. ഇനി എങ്ങനെ നമുക്ക് സെറ്റ് പ്രിന്റ് ചെയ്യാന്ന് നോക്കാം. ടപ്പിളും ലിസ്റ്റും ഒക്കെ പ്രിന്റ് ചെയ്ത പോലെ തന്നെ പ്രിന്റ് ഓഫ് സെറ്റ് നെയിം കൊടുക്കുക, സെറ്റ് 1 എന്ന് കൊടുക്കുക. എന്നിട്ട് നമുക്ക് റൺ ചെയ്യിക്കാം. 2 3 4 5 6 ഇതിൽ കുറച്ച് നമ്പർ മിസ്സിംഗ് ആവാനുള്ള കാരണം നമ്മൾ ഫീച്ചർ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് അലൗഡ് അല്ല എന്ന്. അതായത് ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 3 2 പ്രാവശ്യം വന്നിട്ടുണ്ട്, 6 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ളതിനെയൊക്കെ റിമൂവ് ചെയ്തിട്ട് ബാക്കിയുള്ള ഐറ്റംസ് ആണ് ഇവിടെ പ്രിന്റ് ആയേക്കുന്നത്. ഇനി സെറ്റ് 1 പകരം സെറ്റ് 2 കൊടുത്താൽ സെറ്റ് 2 ഇവിടെ പ്രിന്റ് ആവും. റൺ പൈത്തൺ ഫയൽ ഇൻ ടെർമിനൽ കൊടുത്താൽ ഇവിടെ നമുക്ക് ആപ്പിൾ ബനാന കിട്ടും. ഓക്കെ, അങ്ങനെയാണ് സെറ്റ് പ്രിന്റ് ചെയ്യുന്നത്. ഇനി സെറ്റിന്റെ ലെങ്ത് കാണുന്നത് എങ്ങനെയാന്ന് നോക്കാം. അതിനും നമ്മൾ മറ്റതിലും കണ്ടതുപോലെ തന്നെ പ്രിന്റ് len എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. len ഓഫ് സെറ്റ് നെയിം കൊടുക്കുക. സെറ്റ് 1 കൊടുത്തു, റൺ ചെയ്യുന്നു. ഇവിടെ നോക്കിയാൽ 5 എന്ന് വന്നിട്ടുണ്ട്. അതായത് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസിനെ റിമൂവ് ചെയ്തിട്ട് ബാക്കിയുള്ള ഐറ്റംസ് ആണ് വരുള്ളൂ. 1 2 3 4 5 ഐറ്റംസ് ആണ് ഇവിടെ പ്രിന്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി അടുത്തത് നോക്കുന്നത് നമ്മൾ പറഞ്ഞു ഫീച്ചറിൽ പറഞ്ഞു പുതിയ വാല്യൂസ് നമുക്ക് ആഡ് ചെയ്യാനും ഉള്ള വാല്യൂവിനെ റിമൂവ് ചെയ്യാനേ പറ്റുള്ളൂ. ഇനി എങ്ങനെ നമുക്ക് സെറ്റിലേക്ക് പുതിയൊരു വാല്യൂ ആഡ് ചെയ്യാന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാന്ന് നോക്കാം. അതിന് സെറ്റിന്റെ നെയിം കൊടുക്കുക, സെറ്റ് 1 ഡോട്ട് അല്ലെങ്കിൽ സെറ്റ് 2 കൊടുക്കുക. സെറ്റ് 2 ഡോട്ട് ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റിൽ എന്താണോ ആഡ് ചെയ്യേണ്ടത്, അതായത് ഇപ്പൊ സെറ്റിലേക്ക് പുതിയതായിട്ട് എന്താണോ ആഡ് ചെയ്യേണ്ടത് അത് അവിടെ കൊടുക്കുക, ബനാന. എന്നിട്ട് സെറ്റിനെ പ്രിന്റ് ചെയ്യുക, പ്രിന്റ് സെറ്റ് 2 എന്ന് കൊടുക്കുക. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോറി, ആപ്പിൾ ബനാന. നമ്മൾ ഓൾറെഡി ആപ്പിൾ ബനാനയാണ് കൊടുത്തിരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ വേറെ ഒരെണ്ണം കൊടുക്കാം, ഓറഞ്ച് എന്ന് കൊടുക്കാം. ഇനി ഒന്ന് റൺ ചെയ്യാം. ആപ്പിൾ ഓറഞ്ച് ബനാന. അപ്പൊ ആഡ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് സെറ്റിലേക്ക് ഒരു പുതിയ വാല്യൂവിനെ ആഡ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് രണ്ട് സെറ്റ്സിന്, അതായത് സെറ്റ് 1ഉം സെറ്റ് 2ഉം കൂടെ ആഡ് ചെയ്ത് ഒറ്റ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ഡേറ്റ് ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇതിനെ ഒന്ന് കമന്റ് ചെയ്ത് വെക്കാണ്. ഇനി അപ്ഡേറ്റ് ഫംഗ്ഷൻ എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. അതിന് സെറ്റ് 1 ഡോട്ട് അപ്ഡേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റിൽ സെറ്റ് 2 എന്ന് കൊടുക്കുക. സെറ്റ് 1ഉം സെറ്റ് 2ഉം തമ്മിൽ ആഡ് ചെയ്യാനായിട്ട്. ദെൻ പ്രിന്റ് കൊടുക്കുക, പ്രിന്റ് സെറ്റ് 1 എന്ന് കൊടുക്കുക. ഇനി റൺ ചെയ്ത് നോക്കാം. ഇപ്പൊ ഈ രണ്ട് സെറ്റും കൂടെ ആഡ് ചെയ്ത് ഒറ്റ സെറ്റ് ആയിട്ടാണ് ഇവിടെ പ്രിന്റ് ആയേക്കുന്നത്. ഇനി നെക്സ്റ്റ് ഫംഗ്ഷൻ ആണ് റിമൂവ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അതായത് പുതിയ ഉള്ള വാല്യൂസ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അതിന് യൂസ് ചെയ്യുന്നതാണ് റിമൂവ് ഫംഗ്ഷൻ.
ഈ മൂവ് ഫംഗ്ഷൻ ചെയ്യാനായിട്ട് സെറ്റ് നെയിം കൊടുക്കുക. അപ്പൊ നമുക്ക് സെറ്റ് 1 കൊടുക്കുക. സെറ്റ് 1 ഡോട്ട് റിമൂവ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുക്കുക. ബ്രാക്കറ്റിൽ എന്താണോ ഇപ്പൊ സെറ്റ് 1 ഏത് വാല്യൂ ആണോ നമുക്ക് അല്ലെങ്കിൽ ഏത് ഐറ്റം ആണോ നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് ആ ഐറ്റം ആണ് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് 5 റിമൂവ് ചെയ്യാം. ഇവിടെ നമ്മൾ 5 എന്ന് കൊടുത്തു. ദെൻ പ്രിന്റ് സെറ്റ് 1 കൊടുക്കുക. എന്നിട്ട് റൺ ചെയ്യാണ്. 2 3 4 6 5 ഇതിൽ നിന്ന് റിമൂവ് ആയി. ഇനി റിമൂവ് പോലെ തന്നെ യൂസ് ചെയ്യാവുന്ന മറ്റൊരു ഫംഗ്ഷൻ ആണ് ഡിസ്കാർഡ് ഫംഗ്ഷൻ. അതും റിമൂവ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോ സെറ്റ് 1 ഡോട്ട് ഡിസ്കാർഡ് ചെയ്യേണ്ട നമ്പർ ഏതാന്ന് വെച്ചാൽ അവിടെ കൊടുക്കാം. അതിന് മുമ്പ് ഇതൊന്ന് കമന്റ് ചെയ്യാണ്. ഇവിടെ നമുക്ക് 2 കൊടുക്കാം. ദെൻ പ്രിന്റ് കൊടുക്കാം. പ്രിന്റ് സെറ്റ് 1 കൊടുക്കാം. റൺ ചെയ്യാം. 3 4 5 6 അപ്പൊ ഇതിൽ നിന്ന് 2 റിമൂവ് ആയിട്ടുണ്ട്. അപ്പൊ റിമൂവ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം, ഡിസ്കാർഡ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് വൺ ആണ് പോപ്പ് എന്ന് പറയുന്നത്. പോപ്പും ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വാല്യൂസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോപ്പ് യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് സെറ്റ് 2 കൊടുക്കാം. നമുക്ക് സെറ്റ് 1 സെറ്റ് 2 അത് നമ്മുടെ ഇഷ്ടം പോലെ കൊടുക്കാം. ഡോട്ട് പോപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുക്കാം. ദെൻ പ്രിന്റ് സെറ്റ് 2 കൊടുക്കാം. അവിടെ ഒന്ന് ക്ലിയർ ചെയ്യാം. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. ബനാന, അതായത് ഈ സെറ്റിൽ നിന്ന് ഒരു വാല്യൂവിനെ റിമൂവ് ആക്കി, അതായത് പോപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഏതെങ്കിലും ഒരു വാല്യൂ റിമൂവ് ആയി പോകും. അപ്പൊ ബാക്കി വരുന്നത് ബനാന മാത്രമാണ്. അപ്പൊ ഇങ്ങനെയാണ് സെറ്റിലെ ഓരോ പുതിയ വാല്യൂസിനെ ആഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഉള്ള വാല്യൂസിനെ റിമൂവ് ചെയ്യുന്നതും. പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫീച്ചേഴ്സ് ആണ്. അൺഓർഡേർഡ് ആണ്, അൺചേഞ്ചബിൾ ആണ്, ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് അലൗഡ് അല്ല.